പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒളിപ്പിച്ചു വെച്ചൊരു വിൽപ്പത്രം ഓർക്കുന്നുണ്ട്. ശരിക്കും ആ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അയാളുടെ കിടക്കടിയിൽ നിന്ന് കിട്ടിയതാ. തൻ്റെ സഹോദരൻ അവകാശപ്പെട്ടിരുന്ന പ്രമാണങ്ങളെല്ലാം അടങ്ങിയ ഒരു ബാഗ്. അത് ഒരു ചെറിയൊരു ശരിക്കും ബെഡിനടിയിലൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ആരും കാണാത്ത വിധത്തിൽ. എന്തൊരു കയ്പോടുകൂടിയാണ് ഈ മനുഷ്യർ മരണം വരെയും ജീവിക്കുന്നതെന്ന് ആലോചിക്കുകയാണ്. കർത്താവ് ഇന്നത്തെ സുവിശേഷത്തിൽ പറയും, നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങളോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ഇതുപോലെ വർത്തിക്കും. എങ്ങനെയാണ് നമ്മൾ സ്വർഗത്തിലേക്ക് എത്താൻ പോണേ? കാലങ്ങളായിട്ടുള്ള കലഹങ്ങൾക്കൊടുവിൽ ഒരാൾ മരിച്ചു പോകുമ്പോൾ നമുക്കുള്ള വലിയ പ്രയാസം അതാണ്. എന്തൊക്കെ സാധ്യതകളാണ് നമ്മുടെ മുൻപിലുള്ളത്. തൊട്ടടുത്തുള്ള വീട്ടിൽ ചെന്ന് ഒന്ന് സംസാരിച്ച തീരാമായിരുന്നൊരു പ്രശ്നം 24 മണിക്കൂറും തുറന്നു കിടക്കുന്ന കുമ്പസാരക്കൂട്ടിൽ വന്ന് വിളിച്ച് ഒന്ന് ഏറ്റുപറഞ്ഞാൽ തീരാമായിരുന്ന ചില വെറുപ്പുകൾ ഓരോ പരിശുദ്ധ കുർബാനയ്ക്ക് മുൻപ് നടത്തുന്ന പശ്ചാത്താപ ശുശ്രൂഷയിൽ ഒന്നേറ്റു പറഞ്ഞാൽ ശരിക്കും താഴ്ന്നു കൊടുക്കാമായിരുന്ന ചില സാധ്യതകൾ ഒരുപാടുണ്ട് നമുക്ക്. എന്നിട്ടും നമ്മളിങ്ങനെ കടുംപിടുത്തം പിടിച്ചുകൊണ്ടിരിക്കുക. ഒരു ചേട്ടനും അനിയനും ക്രിസ്തുമസ് ആഘോഷിച്ച കാര്യത്തെക്കുറിച്ചൊരു വായന ഈ അടുത്തുണ്ടായിരുന്നു. ഒരച്ഛൻ്റെ അടുത്ത് വന്ന് പറയേണ്ട, ഈ വർഷമാണ് ഞങ്ങൾ ശരിക്കും ക്രിസ്തുമസ് ആഘോഷിച്ചത്. ചേട്ടനിങ്ങനെ അനിയനെ വിളിക്കുന്നു. ഒറ്റ ചോദ്യം ചോദിക്കുന്നുണ്ടാ, നിനക്ക് സുഖമാണോടാ? കഴിഞ്ഞ 17 വർഷങ്ങളായിട്ട് പരസ്പരം മിണ്ടാത്ത 2 പേരാണെന്ന് ഓർക്കണം. അപ്പുറത്തെ തലയ്ക്കൽ ഇപ്പോൾ കരച്ചിൽ മാത്രമേ ഉള്ളൂ. സുഖമാണ് ചേട്ടാന്ന് പറയാൻ പോലും പറ്റാത്ത വിധത്തിൽ എന്തിനായിരുന്നു ഇത്രയും കാലം തല്ലുപിടിച്ചിരുന്നതെന്ന്, പൊറുക്കാതിരുന്നതെന്ന്, വെറുപ്പോടുകൂടെ സംസാരിച്ചിരുന്നതെന്ന് അവരിപ്പോൾ മറന്നുപോയിട്ടുണ്ട്. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോട് പൊറുത്തതുപോലെ നിങ്ങളും പൊറുക്കേണ്ടതല്ലേ എന്ന ചോദ്യം. സ്വന്തം ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും ചുട്ടരിച്ച കുറ്റവാളികൾ കോടതിയുടെ മുൻപിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുമ്പോൾ എനിക്കിവരെ അറിയാൻ പാടില്ല, ഞാൻ തിരിച്ചറിയുന്നില്ല എന്ന് പറഞ്ഞത് ഗ്രഹാം സ്റ്റെയിൻസിൻ്റെ ഭാര്യയാണ്. എങ്ങനെ പറ്റണേ മനുഷ്യർക്ക് ഇതൊക്കെ? നമ്മളിങ്ങനെ കുഞ്ഞു കാര്യങ്ങൾക്ക് പോലും വെറുപ്പും വിരോധവുമായിട്ട് ഒരു തുണ്ട് മണ്ണിൻ്റെയും ഒരു ചെറിയ കഷ്ണം സ്വർണത്തിൻ്റെയും ഒരിത്തിരി പേപ്പർ കഷ്ണങ്ങളുടെയും ഒക്കെ കാര്യത്തിൻ്റെ പേരിൽ പരസ്പരം വിട്ടുകൊടുക്കാതെയും വലിയും പിടിയുമായിട്ട് നമ്മളിങ്ങനെ വെറുപ്പും വിദ്വേഷവുമായിട്ട് ജീവിക്കുമ്പോൾ ചിലരിങ്ങനെ ദൈവത്തിൻ്റെ ഹൃദയവുമായിട്ട് നമ്മുടെ മുൻപിൽ, തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുക. പൊറുക്കാനായിട്ടുള്ള കൃപ തരണേ എന്ന് പ്രാർത്ഥിക്കുക. എത്രമാത്രം പൊറുതി അവിടെ നിന്ന് തന്നതാണെന്ന് ആലോചിച്ച് നോക്കുക. കർത്താവിൻ്റെ മുൻപിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടത് ഈ പൊറുക്കാനുള്ള മനസ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. ഏസാവ് യാക്കോബിനെ കാണുമ്പോൾ ഏസാവിൻ്റെ ആ ഒരു റിയാക്ഷൻ എന്തായിരുന്നു എന്ന്. തൻ്റെ ഒരു കോപ്പ പായസത്തിന് വേണ്ടി തൻ്റെ ജന്മാവകാശം കവർന്നെടുത്ത യാക്കോബാണ്. അതിൻ്റെ ഗ്രാവിറ്റി നമുക്ക് പിടിയിട്ടോന്നും അറിയില്ല. കാരണം ജന്മാവകാശം എന്നൊക്കെ പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. അതിൻ്റെ ബെനഫിറ്റ്സ് ഒരുപാട്. മറ്റുള്ളവരുടെ മുൻപിൽ ഇങ്ങനെ ബഹുമാനം കിട്ടുന്നതും, ഒരു കുടുംബത്തിൻ്റെ തലവനാകുന്നതും, സ്വർഗത്തിൻ്റെ തന്നെ അനുഗ്രഹങ്ങളുടെ ഭാഗഭാഗിത്വം ലഭിക്കുന്നതും അടക്കമുള്ള കാര്യങ്ങളാണ് ഒരു പാത്രം പായസത്വം കൊണ്ട് യാക്കോബ് കവർന്നെടുക്കണേ. തൻ്റെ വിശപ്പ് മുതലാക്കിയ ഈ സഹോദരനെ എന്തെങ്കിലും കണ്ടാൽ കൊന്നുകളയണമെന്ന് തന്നെ ആയിരിക്കണമല്ലോ ഏസാവിൻ്റെ ഉള്ളിൽ നമ്മുടെയൊക്കെ ഒരു മൈൻഡ് സെറ്റ് വെച്ചുള്ള ആഗ്രഹം. അത് അങ്ങനെ അല്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട് അയാളുടെ കൂടെ ആരുമില്ല. കാട്ടിലെ ജീവിക്കുന്ന മനുഷ്യനാണ്, കാടിൻ്റെ മനസ്സുള്ള ഒരാളാണ്. അത് യാക്കോബിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ യാബോക്ക് നദിയുടെ അക്കരയിലേക്ക് തൻ്റെ പത്നിമാരെയും
തൻ്റെ കന്നുകാലികളെയും സ്വത്തുക്കളെയും ഒക്കെ കടത്തി വിട്ടിട്ടാണ് ഒറ്റയ്ക്ക് യാക്കോബ് ഏസാവിനെ കാണാൻ വരണേ. കാണാൻ വരുമ്പോൾ അകലെ നിന്ന് തന്നെ ഏസാവ് യാക്കോബിനെ തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. അപ്പം ഇത്രയും കാലം ഈ മനുഷ്യൻ തൻ്റെ സഹോദരനെ മനസ്സിലിട്ടിട്ടുണ്ടാവുമല്ലോ, ചെറുപ്പത്തിലേ പോയതല്ലേ വീട്ടിൽ നിന്ന്, എന്നിട്ടും തിരിച്ചറിയുന്നുണ്ട്. കാറ്റ് അടിക്കുന്ന വേഗത്തിൽ ഏസാവ് യാക്കോബിൻ്റെ അടുത്ത് ഓടിയെത്തുന്നുണ്ട്. യാക്കോബിൻ്റെ ഹൃദയം ഇടിക്കുന്നു. ഇത്രയും ദേഷ്യം തന്നോട് ഇപ്പോഴും ഉണ്ടോ എന്നൊക്കെയുള്ള അമ്പരപ്പിലാണ് അയാൾ. ഓടി വന്നിട്ട് ഇങ്ങനെ ഞെരിച്ചമർത്തുന്ന വിധത്തിൽ യാക്കോബിനെ കെട്ടിപ്പിടിക്കുന്ന ഏസാവിനെ നമ്മൾ കാണും. പിന്നെ നടക്കുന്നതൊന്നും നമ്മുടെ മനസ്സിന്, നമ്മുടെ ചിന്തയ്ക്ക് അപ്പുറത്തുള്ള കാര്യമാണ്. ഇങ്ങനെ കെട്ടിവരിഞ്ഞ് കൊന്നുകളയേണ്ട, ഒരു ധൃതരാഷ്ട്രാലിംഗനം നടത്തി ഇങ്ങനെ ചതച്ചു കളയേണ്ട നിമിഷങ്ങളിൽ ഏസാവ് വളരെ സ്നേഹത്തോടുകൂടെ തൻ്റെ സഹോദരനെ ആലിംഗനം ചെയ്ത് ഒരു സഹോദരന് മാത്രം കൊടുക്കാവുന്ന ഒരു സ്നേഹചുംബനം നൽകി യാക്കോബിനെ സ്വീകരിക്കുമ്പോൾ യാക്കോബ് വിളിച്ചു പറയുന്നതാണ്, അങ്ങയുടെ മുഖം ഇപ്പോൾ ദൈവത്തിൻ്റെ മുഖം പോലിരിക്കുന്നു. യു ലുക്ക് ലൈക്ക് ഗോഡ്. പൊറുക്കുന്നവരുടെയൊക്കെ മനസ്സിങ്ങനെയാണ്. അതുകൊണ്ടാണ് കർത്താവ് പറയണേ, എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോട് പൊറുത്തതുപോലെ നിങ്ങളും പൊറുക്കേണ്ടതായിരുന്നില്ലേ. കർത്താവെ, ഇപ്പോഴും ഉള്ളിൽ കിടക്കുന്ന വെറുപ്പ്, മരണം വരെയും കാത്തു സൂക്ഷിക്കാനും പാകത്തിൽ ഇപ്പോഴും കട്ടിപിടിച്ച് കിടക്കുന്ന ഞങ്ങളുടെ വിരോധങ്ങൾ, വിദ്വേഷങ്ങൾ എടുത്തു മാറ്റാൻ ഈ ഒരു കാലത്ത് അങ്ങ് മനസ്സുണ്ടാകണേ എന്ന് പ്രാർത്ഥിക്കും. വലിയ പശ്ചാത്താപത്തോടുകൂടെ അവിടുത്തെ തിരുമുൻപിൽ അവിടുത്തെ മനസ്സുള്ളവരായി ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ആശീർവാദത്തിനായിട്ട് അപേക്ഷിക്കുന്നു. പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വെറുപ്പ് നിറഞ്ഞിരുന്ന ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് അവിടുത്തെ സ്നേഹം നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് ഈ രാത്രിയിൽ ഇത്രയും ദിവസം, ഈ നിമിഷം വരെ നമ്മൾ ആരോടൊക്കെ വെറുപ്പും വിദ്വേഷവും വച്ച് പുലർത്തിയിട്ടുണ്ട്, അവരോടൊക്കെ ശരിക്കും നമ്മളെ നോക്കാനോ നമുക്ക് ബോധിപ്പിക്കാനോ ആരുമില്ല ഈ സമയം. ഇപ്പോൾ ഈ നിമിഷം കർത്താവിൻ്റെ നാമത്തിൽ പൊറുത്തിട്ട് വേണം, ഇങ്ങനെ മാപ്പ് കൊടുത്തിട്ട് വേണം, സോറി ചോദിച്ചിട്ട് വേണം ഇന്ന് കിടന്നുറങ്ങാൻ. പറ്റുമെന്ന് നോക്ക്, ശാന്തമായിട്ട് ഉറങ്ങാൻ പറ്റും. ജീവിതം പുതിയതായിട്ട് അനുഭവപ്പെടും നാളെ രാവിലെ. ഈശോ അനുഗ്രഹിക്കട്ടെ. കരുണ തൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.